നമസ്കാരം. ഒരു പാലക്കാട് തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. അതിൻ്റെ പിന്നാലെ ഇനിയും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്. ബി ജെ പിയിൽ പ്രശ്നം, കോൺഗ്രസിനകത്ത് പ്രശ്നം, കോൺഗ്രസിൻ്റെ പ്രശ്നം ബാധിച്ചിരിക്കുന്ന ചേലക്കര വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളുടെ ഒരു പ്രതിസന്ധികളിലാണ് ബി ജെ പി. ഇതിനിടയ്ക്ക് ഒരാളുടെ ഒരു കുറവുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ആളിനെ ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? പെട്ടെന്ന് പറയണം. ഇല്ല എങ്കിൽ പറയാം, പി സി ജോർജ്. നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എവിടെ പി സി ജോർജ് അല്ലേ? ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് നടന്നു, ബി ജെ പി അവിടെ 10,000 വോട്ട് വരെ കുറഞ്ഞ് ആകപ്പാടെ പൊളിഞ്ഞ് പാളീസായി നിൽക്കുന്ന സമയത്ത് എവിടെയാണ് പി സി ജോർജ്? പി സി ജോർജിന് പൊതുവെ ഒരു ചെറിയ നീരസമൊക്കെ ഉണ്ട്. അവിടെ പത്തനംതിട്ട പ്രതീക്ഷിച്ചിട്ടാണല്ലോ ബി ജെ പിയിലേക്ക് ചാടിയത്. അപ്പോൾ പത്തനംതിട്ട പ്രതീക്ഷിച്ച് ബി ജെ പിയിലേക്ക് ചാടി, ഉത്തരത്തിലിരുന്നതും ഇരുന്നതും പോയി എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ പത്തനംതിട്ട സീറ്റ് വേറെ പയ്യന്മാർക്ക് വിളിച്ചു കൊടുത്തു. അതോടുകൂടി അല്പം ഇടഞ്ഞൊക്കെ നിന്നാൽ തന്നെയും പാർട്ടിയോടുള്ള ആ ഒരു സ്നേഹം അതൊരിക്കലും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന്, പി സി ജോർജിൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇസ്ലാം വിരോധം ഇത്രത്തോളം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വൃത്തികെട്ട രാഷ്ട്രീയ നേതാവ് ഉണ്ടെങ്കിൽ അത് പി സി ജോർജ് മാത്രമായിരിക്കും. ഇപ്പോൾ പറയുന്നത് അവിടെ CPM അല്ലെ രാഹുൽ മാങ്കൂട്ടത്തെ ജയിപ്പിച്ചത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ് എന്നാണ് പറയുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമാണ് അവിടെ BJP പരാജയപ്പെടാനുള്ള പ്രധാന കാരണമായി പി സി ജോർജ് ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കറിയാം, വളരെ കാലമായി പി സി ജോർജിനെ കുറിച്ച് ഈ പത്തനംതിട്ട തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ അറിവൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചിരിക്കുകയാണ്. കാര്യം എന്തെങ്കിലും പറയണമല്ലോ. അതിന് നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ സമയത്ത് ജനങ്ങളുടെ കൂക്കുവിളി കേട്ടപ്പോൾ അവരെ മൈക്കിലൂടെ തന്തയ്ക്ക് വിളിച്ച ഒരാളാണ് പി സി ജോർജ് എന്ന് നമുക്കറിയാം. അപ്പോൾ അത്രത്തോളം രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ചിന്താഗതികളുണ്ട്, രാഷ്ട്രീയമായി ഒരുപാട് ചിന്തിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ രാഷ്ട്രീയമായി ചിന്തിക്കുമ്പോഴും രാഷ്ട്രീയമായി പ്രവർത്തിക്കുമ്പോഴും അതിനകത്തെല്ലാം ഒരു വർഗീയത എപ്പോഴും കൊണ്ടുവരാൻ പി സി ജോർജ് ശ്രമിച്ചിട്ടുണ്ട്. ഇസ്ലാം വിരോധം തലയ്ക്ക് പിടിച്ച് ഒടുവിൽ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന ഒരാളാണ് പി സി ജോർജ് നമുക്കറിയാം. അപ്പം നമുക്കറിയാം, ഇപ്പോൾ പാലക്കാട് BJP-യിൽ നടന്നുകൊണ്ടിരിക്കുന്ന രൂക്ഷമായ പോരെന്ന് വെച്ചാൽ കൗൺസിലർമാർ ഏകദേശം 18 പേരോളം അടങ്ങുന്ന കൗൺസിലർമാർ ഏത് സമയത്തും ആ നഗരസഭയിൽ നിന്ന് രാജിവെക്കുമെന്നുള്ള കണ്ടീഷനിൽ നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇതിനകത്തെല്ലാം പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ കെ സുരേന്ദ്രൻ തന്നെയാണ്. സി കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കുന്നത്. നഗരസഭയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ സി കൃഷ്ണകുമാറിനെ അവിടെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി. അതുകൊണ്ട് ഇവർ പാലം വലിച്ചു, നഗരസഭാ കൗൺസിലർമാർ പാലം വലിച്ചു എന്നൊരു ആരോപണം ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്നത്, ഈ സി കൃഷ്ണകുമാർ തോറ്റമ്പിയ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ട് ലഡു വിതരണം നടത്തി കൗൺസിലർമാർ. അങ്ങനെ നമ്മുടെ അവിടുത്തെ പ്രമീള ശശിധരൻ അടക്കമുള്ളവർ ലഡു ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലും പത്രങ്ങളിലും ഒക്കെ വരികയും ചെയ്തു. അപ്പോൾ അതോടുകൂടി പാർട്ടി ഇവർക്കെതിരെ നടപടിക്ക് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഈ പാർട്ടി വിടുകയും ഈ കൂട്ടരാജിയിലേക്ക് നീങ്ങുമെന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്, പി സി ജോർജ് പറയുന്നത്, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കളിയായിപ്പോയി ഇതെല്ലാം എന്ന്. അവിടെ പിന്നെ കെ സുരേന്ദ്രനോട് അദ്ദേഹത്തിന് അടങ്ങാത്ത ബഹുമാനമുണ്ട്. കെ സുരേന്ദ്രൻ പാവമാണ്, അദ്ദേഹം ഒരു തെറ്റും ചെയ്യത്തില്ല എന്ന് പറയുകയാണ് അദ്ദേഹം. ഈ തോറ്റതിൽ എന്തിന് കെ സുരേന്ദ്രനെ പറയണം അല്ലേ? കെ സുരേന്ദ്രനെ എന്തിന് പുറത്താക്കണം, അല്ലെങ്കിൽ എന്തിന് കെ സുരേന്ദ്രനെ രാജിവെക്കണം? ശരിയാണ്, തോറ്റൊന്നും പറഞ്ഞുകൊണ്ട് രാജിവെക്കാനാണെങ്കിൽ സത്യത്തിൽ കെ സുരേന്ദ്രൻ പിന്നെ സംസ്ഥാന അധ്യക്ഷൻ്റെ സ്ഥാനത്തേ ഉണ്ടാവില്ലായിരുന്നു. അദ്ദേഹം നേരിട്ട് തന്നെ തോറ്റ എത്ര തെരഞ്ഞെടുപ്പുണ്ടെന്ന് നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ നിയമസഭയിലേക്കും തോറ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് മത്സരിച്ച ലോക്സഭയിലും തോറ്റു. ലോക്സഭയിലാണ് ഏറ്റവും ദാരുണമായ തോൽവി സുരേന്ദ്രൻ ഏറ്റുവാങ്ങേണ്ടി വന്നു വയനാട്ടിൽ. വല്ല ആവശ്യമുണ്ടായിരുന്നു സത്യത്തിൽ? ഇങ്ങനെ തോൽവികൾ ഏറ്റുവാങ്ങാൻ വേണ്ടി ചന്തുവിൻ്റെ ജന്മം ഇനിയും ബാക്കി എന്ന് പറയുന്ന പോലെ സുരേന്ദ്രൻ്റെ ജന്മം ഇനിയും ബാക്കിയാണ്. അപ്പോൾ പറയാണ്, ഈ തോറ്റു എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ജയിച്ച സമയത്ത് എപ്പോഴെങ്കിലും സുരേന്ദ്രന് പ്രമോഷൻ കൊടുത്തിരുന്നു എന്നാണ് നമ്മുടെ പി സി ജോർജിന് അറിയേണ്ടത് അല്ലേ? ഇനി എന്ത് പ്രമോഷൻ കൊടുക്കണ്ടേ? നമുക്കൊരു കാര്യം ചെയ്താലോ പി സി ജോർജ് ചേട്ടാ, നമുക്ക് ഈ സുരേന്ദ്രനെ ഇനി ജയിച്ചു കഴിയുമ്പോഴത്തേക്ക് സുരേന്ദ്രനെ പിടിച്ച് നമ്മളങ്ങ് മുഖ്യമന്ത്രിയാക്കാം. BJP-കാർ വിചാരിച്ചാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെ ചില ഡീലുകളൊക്കെ ഉണ്ടെന്ന് UDF പറയുന്നുണ്ട്. അത് വേറൊരു വഴിക്ക് നിൽക്കട്ടെ. അപ്പോൾ ചിലപ്പം സുരേന്ദ്രൻ, പക്ഷേ എന്നാലും ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ജയിക്കണ്ടേ? അതാണ് ഏറ്റവും വലിയ പ്രയാസം. ഇനി എവിടെങ്കിലും BJP-കാരിൽ ഒരു വാർഡ് മെമ്പറെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ സുരേന്ദ്രനെ നമുക്ക് പ്രമോഷൻ കൊടുത്ത് മുഖ്യമന്ത്രിയാക്കാം, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാക്കാം, പോരെ? അപ്പോൾ അതോടുകൂടി താങ്കളുടെ പ്രശ്നം അവസാനിക്കുമല്ലോ. നമ്മുടെ ജോർജേട്ടൻ്റെ പ്രശ്നം അവിടെ തീരും. കാര്യം ജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കിയല്ലോ.
അപ്പോൾ അങ്ങനെ തുടങ്ങി ഭയങ്കരമായ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടെ വി കെ ശ്രീകണ്ഠൻ വന്നിട്ട് പറഞ്ഞു 18 പേര് രാജിവെക്കുകയാണെങ്കിൽ പോരെ, വി ആർ റെഡി. അല്ലല്ലോ അങ്ങനെയാണ്. ഇപ്പോൾ ഈയിടെ കൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ബി ജെ പിക്കാരോട് ഭയങ്കര സ്നേഹമാണ്. ഇങ്ങി പോരെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സന്ദീപ് വാര്യർ വന്നതോടുകൂടി മിടുക്കനായ ഒരു നേതാവിനെയല്ലേ കോൺഗ്രസിന് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിൽ നിന്ന് ആര് രാജിവെച്ച് വന്നാലും 2 കൈ നീട്ടി കെട്ടിപ്പിടിച്ച് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ് നമ്മുടെ വി കെ ശ്രീകണ്ഠൻ അടക്കമുള്ളവർ. ശിവരാജന് ദേശീയ കൗൺസിൽ അംഗം ശിവരാജന് എതിർപ്പുണ്ട് ബി ജെ പിക്കാർ ഇമാര് പണി കാണിക്കുന്നതിൽ. കാര്യം അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ അവരുടെ തലയിൽ കെട്ടിവെച്ചു. അതുകൊണ്ട് തന്നെ നഗരസഭയിൽ കൃത്യമായ വോട്ട് ചോർച്ചയുണ്ടായി. അത് പ്രമീള ശശിധരനും അറിയാം. കൗൺസിലർമാർ നഗരസഭയിൽ കൗൺസിലർമാർക്ക് ആർക്കും താല്പര്യമില്ല, അവിടെ നിർത്തരുതെന്ന് അവർ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ പാലം വലിച്ചവരാ. ഈ പറയുന്ന പ്രമീള ശശിധരാണെങ്കിലും ശിവരാജനാണെങ്കിലും എല്ലാവരും കൗൺസിലർമാരെല്ലാവരും പാലം വലിച്ചു. പാലം വലിച്ചിട്ട് അതുകൊണ്ടാണല്ലോ ഈ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്ന പല സ്ഥലത്തും ബി ജെ പി തോറ്റമ്പിപ്പോയത്. അവിടെയൊക്കെ ഭൂരിപക്ഷം കുറഞ്ഞു പോയത്. അല്ലെ, ഭൂരിപക്ഷം അല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് ഭൂരിപക്ഷം കിട്ടിയത്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരുന്നാലും ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ബി ജെ പി മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ സമ്മർദ്ദത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇതോടുകൂടി പലരുടെയും പുറംപൂച്ച് വെളിയിലായി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പുറംപൂച്ച് വെളിയിലായി, കോപ്പർ ഔട്ട് എന്ന് പറയും നമ്മൾ. അപ്പം ചെമ്പ് തെളിഞ്ഞിരിക്കുകയാണ് പലരുടെയും. ഇനിയിപ്പോൾ ഇത്രയും ആൾക്കാരെ വെച്ചുകൊണ്ട് എങ്ങനെ ബി ജെ പി മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള കാര്യം ദൈവം തമ്പുരാന് മാത്രം അറിയാം. കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. ഇനി ഇത്രയും നേതാക്കന്മാരുടെ എല്ലാം ഇവരൊക്കെ എവിടം വരെ ചിന്തിക്കുമെന്നും ഇവരൊക്കെ എന്തിന് ബി ജെ പി പോലെ ഒരു പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്നു എന്നും വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. സി കൃഷ്ണകുമാറിനെതിരെ അവരുടെ കുടുംബം പോലും സി കൃഷ്ണകുമാറിനെതിരെ വിവാദവുമായി രംഗത്തേക്ക് വന്നതാണ്. ജയിക്കരുതെന്ന് ആഗ്രഹിച്ച സ്വന്തം സഹോദരിയും അമ്മയും ഒക്കെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബി ജെ പി എന്തിനു വേണ്ടി സ്ഥാനാർത്ഥികളെ നിർത്തുന്നു അത് കൊടകരയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫണ്ട് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായി തന്നെ, അല്ലെങ്കിൽ കുഴൽപ്പണ ഇടപാട് നടത്താൻ വേണ്ടി സംസ്ഥാനത്ത് ആവശ്യത്തിനും അനാവശ്യത്തിനും അവർക്ക് പണം കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ചില കുടില ശ്രമങ്ങൾ മാത്രമാണ് എന്ന് കൊടകരയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ സി കൃഷ്ണകുമാർ അവിടെ സ്ഥാനാർത്ഥി ആവുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു സി കൃഷ്ണകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നത് പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഏറെക്കുറെ ഇവർ തമ്മിലുള്ള തർക്കവും ബഹളവും ഒക്കെ കാരണം ബി ജെ പി എന്താണ് എന്നുള്ള കാര്യത്തിൽ കേരളത്തിലുള്ള ഏകദേശം ആൾക്കാർക്ക് ഒരു ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് ഏത് രീതിയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബി ജെ പിക്ക് ഇട്ട് കുത്തുന്നത് ഇത്തിരി കഷ്ടമായിരിക്കും.